സാറേ, ഭരണഘടനയെ സംബന്ധിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. രാജ്നാഥ് സിംഗ് തുടക്കവും കുറിച്ചു. ഇനി നാളെ പ്രതിപക്ഷത്തിൻ്റെ ഊഴമാണ്. പ്രിയങ്കയായിരിക്കും ആദ്യം സംസാരിക്കുന്നത് കേട്ടു. പ്രിയങ്ക എന്താവും ഈ ഭരണഘടനയെ കുറിച്ചൊക്കെ സംസാരിക്കുക? പ്രിയങ്ക അവരുടെ പാർലമെൻറ്റിലെ പ്രസംഗം തുടങ്ങാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഈ ആർക്ക് വേണമെങ്കിലുമൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പാർലമെൻറ്റിൽ. പക്ഷെ പാർലമെൻറ്റിൽ തുടങ്ങി ഇത്തരം ദിവസമായിട്ടും ഈ കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടിയ ഊറ്റത്തിൽ ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഉണ്ടല്ലോ, ഭയങ്കര ബഹള. ഇന്ന് രാജ്യസഭയിൽ ഉള്ള ചർച്ച ഇതിൻ്റെ നോക്കാൻ ഞാൻ പോയപ്പോഴും ഭയങ്കര ബഹളമാണ്. ഈ ബഹളത്തിൻ്റെ മുകളിൽ ധൻഖർ സംസാരിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ഈ ബഹളം നമുക്ക് സഹിക്കാൻ പറ്റാതെ പിന്നെ നമ്മൾ TV ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ഭരണഘടനയെ പറ്റി എന്ത് വിവരമാണുള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധിക്ക് ഒരു വിവരമില്ല ഒന്നിനെ പറ്റി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. സോറോസ് പറയുന്നത് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രിയങ്ക ഓർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണല്ലോ സംസാരിക്കേണ്ടത്. അവരുടെ കുടുംബം ഭരണഘടന എങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം, അതിനെപ്പറ്റി നല്ല ഓർമ്മ പ്രിയങ്കയ്ക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഭരണഘടന മൊത്തത്തിൽ മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണമാണല്ലോ ഇവരഴിച്ചു വിട്ടത്. ഈ ഭരണഘടനയൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ള മട്ടിൽ ഉള്ള പ്രചാരണമായിരുന്നു. സംവരണമൊക്കെ എടുത്തു കളയും ഇല്ലേ? പട്ടികജാതി വർഗ്ഗക്കാരും ഒക്കെ ഉത്തർപ്രദേശിലൊക്കെ അങ്ങനെയാണല്ലോ പോയി ഇവർക്ക് കുത്തിയത്. പിന്നെ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത്, അങ്ങനത്തെ പ്രോനോട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ വേറെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, ഈ ഭരണഘടനയ്ക്ക് ഇതുവരെ 100 ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയ്ക്ക് അംബേദ്കറും എല്ലാവരും കൂടി എഴുതിയുണ്ടാക്കിയ ഭരണഘടനയ്ക്ക് 100 ഭേദഗതികൾ ഉണ്ടായി. ഈ 100 ഭേദഗതികളിൽ 78 ഭേദഗതികളും കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഉണ്ടായത്. ബാക്കി 22 ഉള്ളൂ. അതെ, അതിലിപ്പോൾ 3-4 ഭരണഘടനാ ഭേദഗതിയൊക്കെ വരുന്നത് ഈ 1 നേഷൻ 1 ഇലക്ഷൻ ഇല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അല്ലാതെ ഈ നെഹ്റു കുടുംബം ചെയ്തിട്ടുള്ള പോലത്തെ ഈ പോഴത്തം ഒന്നുമല്ല. ഈ എമർജൻസിയുടെ കാലത്തൊക്കെ ചെയ്തില്ലേ 42ാം ഭരണഘടനാ ഭേദഗതി, ഇങ്ങനത്തെ ഭീകരതയൊന്നും ആരും ചെയ്തിട്ടില്ല. അപ്പോൾ 78 തവണ മറ്റേ കോൺഗ്രസ്, അതിൽ 55 തവണയും നെഹ്റു കുടുംബം ഭരിക്കുമ്പോഴാണ്. നരസിംഹറാവു അങ്ങനെ മൻമോഹൻ സിംഗും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ 100 തവണ ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായി. ഇതിൽ 78 തവണയും കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നപ്പോൾ അതിൽ 55 തവണയും നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഈ കാലഘട്ടത്തിലാണ് ചെയ്തിരിക്കുന്നത്. 17 തവണ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ, 28 തവണ ഇന്ദിരാഗാന്ധിയാണല്ലോ ഏറ്റവും കൂടുതൽ അട്ടിമറിച്ചിരിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് 10 തവണ. രാജീവ് ഗാന്ധി അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ഭരണഘടന ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 1950-ലാണ്. ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി 1951 തന്നെ നെഹ്റു നടപ്പാക്കി. 1 കൊല്ലം തികയുന്നതിന് മുമ്പേ നടപ്പാക്കി. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പറ്റിയൊക്കെയല്ലേ കോൺഗ്രസ് ഇപ്പോൾ വാചാലമാവുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം വെട്ടിച്ചുരുക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണെന്ന് നെഹ്റു നടപ്പാക്കിയത്. അധികം ആരും ഓർക്കാത്തതാണത്. അത് ഈ BJP ആണിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ തടയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആർക്കൊന്നും മിണ്ടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ നെഹ്റു നടത്തിയ 1951 കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് ഭരണഘടനയുടെ 19(1)(a) വകുപ്പിലാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച്, നമ്മൾ സംസാര സ്വാതന്ത്ര്യം, അതൊക്കെ കർബ് ചെയ്യുക, അതൊക്കെ തടയാനുള്ള ഭേദഗതിയാണ്, ചുരുക്കാൻ ഉള്ള ഭേദഗതിയാണ് കൊണ്ടുവന്നത്. ആ ഭേദഗതിയെ അന്ന് ശക്തമായി എതിർത്തത് അന്നത്തെ ജനസംഘത്തിൻ്റെയൊക്കെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി, ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്നല്ലോ. മറ്റേ കാശ്മീരിൽ വെച്ച് നെഹ്റു ഭരിക്കുന്ന കാലത്ത് ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു, ശ്യാമപ്രസാദ് മുഖർജി. അന്ന് ശ്യാമപ്രസാദ് മുഖർജി നെഹ്റു ഈ മറ്റേ സംസാര സ്വാതന്ത്ര്യമൊക്കെ വെട്ടിച്ചുരുക്കുന്ന ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ശ്യാമപ്രസാദ് മുഖർജി പറഞ്ഞു, യു ആർ ട്രീറ്റിംഗ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ
സ്ക്രാപ്പ് ഓഫ് പേപ്പർ. നിങ്ങൾ ഈ ഭരണഘടനയെ ഒരു കീറക്കടലാസായിട്ടാണ് കരുതുന്നത്. വലിയ വിമർശനമായിരുന്നു. ആ അന്ന് പറഞ്ഞാണ്. കോൺഗ്രസ് ഭരണഘടന ഉണ്ടായിട്ട് അടുത്ത കൊല്ലം തന്നെ നെഹ്റു ഇതിനെ കീറക്കടലാസാണ് ആയിട്ടാണ് കരുതുന്നത് എന്നുള്ള വിമർശനം വന്നതാണ് ശ്യാമപ്രസാദ് മുഖർജിയുടെ ഭാഗത്തു നിന്ന്. ആളുകൾ ഓർക്കാത്തതുകൊണ്ടാണ്. പക്ഷേ നെഹ്റു ഭൂരിപക്ഷം അയാൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ആ കാലത്ത് കോൺഗ്രസിനൊക്കെ വലിയ ഭൂരിപക്ഷമാണല്ലോ കിട്ടുക. ആദ്യത്തെ 4 കോൺഗ്രസ് സർക്കാർ കാലയളവിലൊക്കെ 1 നേഷൻ 1 ഇലക്ഷൻ ആയിരുന്നു. അതറിയാമോ? കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെയാണല്ലോ ജയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും, നിയമസഭകളിൽ, കോൺഗ്രസ് പാർലമെന്റിലും ഒക്കെ. അപ്പോൾ 67 വരെ അങ്ങനെയായിരുന്നു. ഇത് ഒന്നിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിന് രാഹുൽ ഗാന്ധി ഓർക്കാത്തതാണ്. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ KC വേണുഗോപാലിനൊക്കെ പറഞ്ഞു കൊടുത്തുകൂടെ? അങ്ങനെയാ. ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷനെ എതിർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. എന്നിട്ട് ഇതിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥ കാലം. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും കറുത്ത അധ്യായമാണ്, കറുത്ത ഏട്. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് മറ്റേ അസാധുവാക്കിക്കൊണ്ട് അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ ഇവർ പൊതു സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യമല്ല എന്ന് പറയുകയാണല്ലോ. അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ എന്തോ വലിയ പ്രശ്നമാണ്, ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തെ നേതാക്കളെ മുഴുവൻ എടുത്ത് പിടിച്ച് ജയിലിലാക്കി, തടവിലിട്ടു. എന്നിട്ട് കുപ്രസിദ്ധമായ 42ാം ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധി നടപ്പാക്കി. അതിനെ സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഇന്ത്യ ചരിത്രം ഉള്ളിടത്തോളം തുടർന്നുകൊണ്ടിരിക്കും. ഈ 42ാം ഭരണഘടനാ ഭേദഗതി അതിന് മുമ്പും പിമ്പും ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും 42ാം ഭരണഘടനാ ഭേദഗതി ഇങ്ങനെ പുറത്തേക്ക് തള്ളി തന്നെ നിൽക്കും. അതിനെ സംബന്ധിച്ച് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ഭരണഘടന. ഈ 42ാം ഭരണഗതി അതാണ്. ആ ഭരണഘടനാ ഭേദഗതിയിലാണ് നമ്മുടെ ആമുഖത്തിൽ സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് എന്ന് എഴുതി ചേർത്തത്. മതേതരം, സോഷ്യലിസ്റ്റ് എന്നുള്ളത് പ്രിയമ്പിളിൽ ആമുഖത്തിൽ തന്നെ എഴുതി ചേർത്തത്. ആമുഖത്തിൽ എഴുതി ചേർത്തതിനെതിരെ സുബ്രഹ്മണ്യൻ സ്വാമിയൊക്കെ കോടതിയിൽ പോയിരുന്നു. സുപ്രീം കോടതി ഇപ്പോഴാണ് അതിൻ്റെ വിധി വന്നത്. അതവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇത് 1949 എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ട് ആ പ്രിയമ്പിളിൻ്റെ അവിടെ. എന്നിട്ട് എമർജൻസി പീരീഡിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഡേറ്റ് 1949 എന്ന് തന്നെയാണ്. പക്ഷെ മറ്റേ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങനെ കിടന്നോട്ടെ എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞത്. സത്യത്തിൽ ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നൊക്കെ ഉള്ളത് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ. വല്ല സോവിയറ്റ് യൂണിയനോ മറ്റോ ആ കാലത്ത് പറഞ്ഞിട്ടൊക്കെ ചേർത്തായിരിക്കും. സോഷ്യലിസം വേറെ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും. പക്ഷെ പ്രിയമ്പിളിൽ അത് സോഷ്യലിസം ഒന്നും അംബേദ്കർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്ന കേസല്ല. അത് ആ കാലത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്ത് വേണ്ടാന്ന് വെച്ചതാണ്. അംബേദ്കർ സോഷ്യലിസ്റ്റ് എന്ന് പ്രിയമ്പിളിൽ ചേർക്കുന്നതിനെ എതിർത്തയാളാണ്. കാരണം അംബേദ്കർ ഈ സോഷ്യലിസം എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ വാക്ക് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം അത് ജനാധിപത്യത്തിന് മൊത്തത്തിൽ നശിപ്പിച്ച് കളയും. ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രയോഗമാണ്. കാരണം സോഷ്യലിസ്റ്റ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടേതല്ലേ. അത് അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പറഞ്ഞാണ് ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക് ബാധകമല്ലല്ലോ അത്. എന്നിട്ട് അതാണ് ഈ 42ാം ഭരണഘടന ഭേദഗതിയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. അതുവല്ല ഭരണഘടനാ ഭേദഗതിയിലെ കൊണ്ടുവന്ന് അതെടുത്ത് കളയുന്നതാണ് നല്ലത്. ഈ ആദ്യത്തെ അമെൻമെൻറ്റ് 1951 ഭേദഗതി നെഹ്റുവിൻ്റെ, പിന്നെ ഈ 42ഉം അസാധാരണ സാഹചര്യങ്ങളിലാണ് രണ്ടും നടപ്പാക്കിയത്. രണ്ടാമത്തത് ആണെന്നറിയാമല്ലോ. 1951 നമ്മുടെ ഭരണഘടന വന്നിട്ട് 16 മാസത്തിൻ്റെ ഉള്ളിലാണ് നടന്നത്. അത് ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആദ്യത്തത് 1952 51 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 51ൻ്റെ അവസാനം 52 അപ്പോൾ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ്
ഈ സംസാര സ്വാതന്ത്ര്യം ചുരുക്കുന്ന ഭേദഗതി. നെഹ്റുവിനെതിരെ ഒരുപാട് വിമർശനമൊന്നും ലോക്സഭ പ്രചാരണ രംഗത്ത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നടന്നത്. അന്ന് ഇടക്കാല സർക്കാരും ഇടക്കാല പാർലമെൻറ്റുമാണുള്ളത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലല്ലോ. എന്നിട്ടും ഇങ്ങനെ കാട്ടിക്കൂട്ടി. പ്രൊവിഷണൽ പാർലമെൻ്റ് ആണെന്നുള്ളത് ഇടക്കാല പാർലമെൻറ്റ്, എന്നിട്ടും ഭേദഗതി ചെയ്തു. വലിയ ധൃതിയാണ് അത്തരം കാര്യങ്ങളിൽ. അപ്പോൾ എന്നിട്ട് ശരിക്കും ഇതല്ലേ ഈ ഏകാധിപത്യ പ്രവണത എന്നൊക്കെ പറയുന്നത്. അവരുടെ കുടുംബത്തിന് തോന്നുന്ന വിധത്തിൽ, അവിടെയുള്ള ആളുകൾക്ക് തോന്നുന്ന വിധത്തിലൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ദിരയുടെ നെഹ്റുവും ഈ അത്യാവശ്യം ഈ ഏകാധിപത്യ പ്രവണത കാണിച്ചു എന്നുള്ളതാണ് ആ ഭേദഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏകാധിപത്യത്തിൻ്റെ ശരിക്കും നെറുകയിലെത്തി. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധി ചെയ്തത് ജുഡീഷ്യറിയുമായിട്ട് വലിയ നീണ്ട ഒരു സംഘർഷത്തിന് തന്നെ വഴിവെച്ചു. അവർ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, അടിസ്ഥാന ഘടന, അത് മാറ്റാൻ പാടില്ലല്ലോ. ഈ അടിസ്ഥാന ഘടനയെ തന്നെ മാറ്റുന്ന ഒരു ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. അപ്പോൾ 1967 ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു, പാർലമെൻറ്റ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇല്ലേ, മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ പറയുന്നത്, അത് പാർലമെൻറ്റ് ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് 1967 ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. നമുക്ക് നിർണയിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുണ്ടല്ലോ ഭരണഘടനയിൽ, അത് ഏതെങ്കിലും നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് പാർലമെൻറ്റ് മാറ്റാൻ പാടില്ല. അങ്ങനെയുണ്ട്, അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ്. നിയമ ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരുന്നതൊക്കെ വേറെ കാര്യങ്ങൾക്കാണ്. അടിസ്ഥാന സ്വഭാവം മാറ്റുന്നത്, മൗലികാവകാശങ്ങൾ മാറ്റാൻ പാടില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 1971 24ാം ഭരണഘടനാ ഭേദഗതി കൊണ്ട് ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം എന്നവർ തെളിയിച്ചു. മൗലിക അവകാശങ്ങളും മാറ്റാം. 24ാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു 71. അങ്ങനെയാണ് ഈ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേശവാനന്ദ ഭാരതി കേസ് 1973 ഉണ്ടാകുന്നത്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, ഭരണഘടന, മിക്കവാറും എല്ലാ ജഡ്ജിമാരും ഉണ്ടായിരുന്നേ. എൻ്റെ ഓർമ്മയിൽ വരുന്നത് 11 അംഗ ബെഞ്ചോ 12 അംഗ ബെഞ്ചോ ആണ്, ലാർജർ ബെഞ്ചാണത്. മറ്റേ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ, അടിസ്ഥാന സ്വഭാവം, അത് മാറ്റാനേ പാടില്ല എന്ന് വിധിയുണ്ടായി. അങ്ങനെയാണ് കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്. അപ്പോൾ പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷേ അടിസ്ഥാന ഘടന മാറ്റാൻ പാടില്ല. ആ വിധിക്ക് കാരണം തന്നെ ഇന്ദിരാഗാന്ധിയുടെ 24ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. എന്തും ചെയ്യാൻ ഭരണഘടനയിൽ നിന്ന് തെളിയിച്ച കുടുംബമാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. അത് പ്രിയങ്ക ഓർക്കണം ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ. മൗലികാവകാശങ്ങളും ഞങ്ങൾക്ക് തോന്നുന്ന മട്ടിൽ മാറ്റും എന്ന് തെളിയിച്ച പാർട്ടിയാണ് കോൺഗ്രസും അതിൻ്റെ നേതാവ് ഇന്ദിരാഗാന്ധിയും. ഈ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി മിനി ഭരണഘടനയാണെന്ന് പറഞ്ഞല്ലോ. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞതിന് പുറമെ ഈ ജുഡീഷ്യൽ റിവ്യൂ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂ കോടതി അതൊന്നും പരിശോധിക്കാൻ പാടില്ല എന്നും എഴുതി വെച്ചു. പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ നിയമം അങ്ങനെ തന്നെ നിൽക്കണം, കോടതികൾ ഇത് പരിശോധിക്കാൻ പാടില്ല. അങ്ങനെയാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞ് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നല്ലോ, എമർജൻസി കഴിഞ്ഞ്, അടിയന്തരാവസ്ഥ കഴിഞ്ഞ്. അവർ ഈ പല സാധനങ്ങളും എടുത്ത് കളഞ്ഞു. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ കളഞ്ഞു. ഈ മൗലികാവകാശങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചു. ഈ 1980 മിനർവ മിൽസ് കേസിൽ സുപ്രീം കോടതി വീണ്ടും കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞ പോലെ ഈ അടിസ്ഥാന തത്വങ്ങൾ, ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടന മാറ്റാൻ പാടില്ല, മൗലികാവകാശങ്ങൾ തടയാൻ പാടില്ല എന്നും വീണ്ടും ആവർത്തിച്ചു അത്. അപ്പോൾ ഇതാണ്
മറ്റേ ഇവരുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 17 തവണ ഇത് മാറ്റിയിട്ടുണ്ട്. ആ മറ്റേ മൻമോഹൻ സിംഗ് മാറ്റുന്ന കാലത്ത് 17 തവണ മാറ്റുന്ന കാലത്ത് രാഹുൽ ഗാന്ധിക്ക് ഇതിൻ്റെ മുകളിലൊക്കെ നിയന്ത്രണം ഉണ്ടല്ലോ. അതെ. അപ്പോൾ രാഹുൽ ഗാന്ധിക്കും അത്യാവശ്യം പങ്ക് ആ വക കാര്യങ്ങളിലൊക്കെ ഉണ്ട്. 17 തവണ അതെടുത്ത് മാറ്റി. അപ്പോൾ ഇതാണ് ഇവരുടെ പൈതൃകം എന്ന് പറയുന്നത്, നെഹ്റു കുടുംബത്തിൻ്റെ, കോൺഗ്രസിൻ്റെ പൈതൃകം. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തിയവരാണ് ഈ കോൺഗ്രസ്. ആദ്യം 1951 തന്നെ പൂർണ്ണ പാർലമെൻറ്റിൽ ഇല്ലായിരിക്കെ ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ, സംസാര സ്വാതന്ത്ര്യത്തിൽ കൈവച്ചയാളാണ് നെഹ്റു. അന്ന് ശ്യാമപ്രസാദ് മുഖർജി പറഞ്ഞതാണ് അയാളോട്, ഒരു കീറക്കടലാസിന് വിലയായിട്ട് കാണരുതെന്നല്ലേ. നിങ്ങൾ ഭരണഘടനയെ കാണുന്നതൊരു കീറക്കടലാസ് മാത്രമായിട്ടാണ്. പ്രിയങ്കാ ഗാന്ധി ഭരണഘടനയെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ ഓർത്താൽ നന്ന്. അപ്പോൾ അത്രയും പാരമ്പര്യവും ആ രീതിയിലൊക്കെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ ജനങ്ങൾ ഈ പറയുന്ന കുടുംബത്തെ കാണുന്നത്. അപ്പം ഈ പ്രിയങ്ക ആദ്യമായിട്ട് പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി. എങ്ങനെയാണ് ഭരണഘടനയെ അട്ടിമറിച്ചത് സ്വന്തം കുടുംബം, അത് ഓർത്താൽ നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.